അപ്പാ ഞാൻ നിന്നെ കാണേണം, അപ്പാ ഞാൻ നിന്നെ കേൾക്കേണം, അപ്പാ നിൻ വീട്ടിൽ പാർക്കേണം, അപ്പാ നിന്നൊപ്പം നടക്കേണം, അപ്പാ ഞാൻ നിന്നെ കാണേണം, അപ്പാ ഞാൻ നിന്നെ കേൾക്കേണം, അപ്പാ ഞാൻ വീട്ടിൽ പാർക്കേണം, അപ്പാ നിന്നൊപ്പം നടക്കേണം, അപ്പാ 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 അപ്പാ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം, അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യം. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 7 വരെ ഉള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന ദൈവിക പുത്രത്വത്തെക്കുറിച്ചാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അധികാരം ലഭിച്ചു. യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ വലിയൊരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നു. അതെന്താണ്? ദൈവത്തിൻ്റെ മക്കളും അവകാശികളുമായി നാം തീരുകയാണ്. അതുകൊണ്ടാണ് ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, നാം ദൈവത്തിൽ നിന്ന് ജനിച്ചു. അങ്ങനെ നമ്മൾ ദൈവമക്കളായി. ആരെ കൈക്കൊണ്ടപ്പോൾ? യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടപ്പോൾ. ഈ ഭാഗത്ത് അങ്ങനെ ലഭിച്ച ദൈവിക പുത്രത്വത്തെക്കുറിച്ച്, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ലഭിച്ച പുത്രത്വത്തെക്കുറിച്ചാണ് 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. ഇവിടെ പറയണ അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനാണ്. ഇഷ്ടം പോലെ സ്വത്തുണ്ട്, അവന് വലിയ യജമാനൻ, സർവത്തിനും അവകാശിയാണ്. പക്ഷേ അവന് കുഞ്ഞായിരിക്കുമ്പം അവനുള്ള വസ്തുവിനെക്കുറിച്ചോ അവനുള്ള അധികാരത്തെക്കുറിച്ചോ ഒന്നും അവന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പം സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസൻ ഒട്ടും വിശേഷത ഉള്ളവനല്ല എന്ന് പറഞ്ഞാൽ നാം തിരിച്ചറിയണം, നമുക്ക് ലഭിച്ച ദൈവത്തിൻ്റെ പുത്രത്വത്തിൻ്റെ പദവി നാം തിരിച്ചറിയണം. നാം ദൈവ മക്കളാണെന്ന് തിരിച്ചറിയണം. ആ ദൈവ മക്കളായതുകൊണ്ട് നമുക്ക് ദൈവ മക്കൾക്ക് ചില അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം. തിരിച്ചറിയുന്നില്ലെങ്കിൽ ഒരു വിശേഷത ഇതിനകത്തില്ല. നമ്മൾ യേശുവിനെ സ്വീകരിച്ചു എന്ന് മാത്രം. എന്നാൽ ഈ യേശുവിനെ സ്വീകരിച്ചവർ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവത്തിൻ്റെ പുത്രന്മാരായി പുത്രിമാരായി തീർന്നു എന്നുള്ള ആ ഉൾക്കാഴ്ച, ആ അകത്തത് ലഭിച്ചു കഴിയുമ്പോൾ നാം ജയാളികളായി തീരും. യേശു ക്രിസ്തു മുഖാന്തരം നമുക്കെല്ലായിടത്തും ജയം തന്നെ സംഭവിക്കും. അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശു ആയിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷത ഉള്ളവനല്ല. എന്നിട്ട് പറയാം, പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെടുവാനത്രേ എന്ന് ഞാൻ പറയുന്നു. ആ സമയത്ത് പിതാവ് ഇവനെ സ്വത്ത് ഇവൻ്റെ പേരിലാകുന്ന ആ നിശ്ചയിച്ചിരിക്കുന്ന ആ തീയതി വരെ, ഇവൻ്റെ ആ അറിവ് ഉണ്ടാകുന്നിടം വരെ ഇവൻ എപ്പോഴും ഇവനെ മറ്റുള്ള ഗൃഹവിചാരകന്മാർക്കൊക്കെ ഇങ്ങനെ കീഴ്പ്പെട്ടിരിക്കേണ്ട ഒരു സാഹചര്യം വരും. എപ്പോൾ ഇവനത് തിരിച്ചറിയുന്നൊരു പ്രായപൂർത്തിയാകുന്നു, അവൻ്റെ ജീവിതത്തിൽ അവനൊരു അവകാശിയായി തീരുകയാണ്. ഞാനും നിങ്ങളും യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ചപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അവകാശികളാണ്, നാം ദൈവമക്കളാണ്. പക്ഷെ നമ്മൾ തിരിച്ചറിയാത്തിടത്തോളം കാലം നാം ദൈവമക്കളാണ്, നമുക്കുള്ള അധികാരം തിരിച്ചറിയുന്ന ആ സമയം വരെ നമ്മൾ ശരിക്കും അടിമത്തത്തിൽ തന്നെയാണ്. മറന്നു പോകരുത്. ഇവിടെ പറയണം, അതുപോലെ നാം ശിശുക്കളായിരുന്നപ്പോൾ
നാം യേശുവിനെ സ്വീകരിച്ച് ഇപ്പോഴും ശിശുക്കളായിരുന്നാൽ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരിക്കും. എന്നാണെന്നറിയാമോ, നമ്മളിപ്പോൾ ചില ആളുകൾ പറയുന്ന പുറമേ ഉള്ള പല കാര്യങ്ങളെക്കുറിച്ച് പറയും. ഒരു മീശ വളർത്തിയാൽ തെറ്റാണ്, ഒരു ഡ്രസ്സ് ധരിക്കുന്നത് തെറ്റാണ്, എല്ലാം തെറ്റ്, കുഴപ്പമാണ്. മുടി വളർത്തിയാൽ തെറ്റാണ്, അത് തെറ്റ്, ഇത് തെറ്റ്. ശരിക്കും ഈ കർത്താവ് നോക്കുന്നത് ഹൃദയങ്ങളെയാണെന്ന് തിരിച്ചറിയുന്നില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന, നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഫലമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നമ്മളിൽ നിന്ന് വരുന്നതാണ്. എന്നാൽ പുറമേ ഉള്ള പല കാര്യങ്ങൾക്ക് നമ്മൾ ആഭരണം ഉപേക്ഷിക്കാൻ നിർബന്ധിക്കുന്നു, ആ കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുന്നു. അതിലേക്കല്ല നമ്മൾ പോകേണ്ടത്. എന്നുവെച്ചാൽ ആദ്യ പാഠങ്ങളിൽ കീഴ് ചില നിയമങ്ങൾക്കും ചില സത്വങ്ങൾക്കും അടിമപ്പെടുകയാണ്. എന്നാൽ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ കീഴ്മ അടിമപ്പെട്ടിരിക്കുന്നു നമ്മൾ ശിശുക്കളായിരുന്നാൽ. എന്നാൽ ഇവിടെ പറയാണ്, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിച്ചു. അപ്പം ആ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് അതിന് കീഴിൽ നിൽക്കുന്ന ആളുകൾ ആ ന്യായപ്രമാണം അനുസരിക്കുന്നത്. അപ്പം പ്രവൃത്തി, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്. ഇപ്പോഴും പലരും ന്യായപ്രമാണത്തിന് കീഴിലാണ് നിൽക്കുന്നത്. നമ്മൾ യേശു ക്രിസ്തുവിനെ അറിഞ്ഞെങ്കിലും ആ ധൈര്യത്തോടെ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. പലരും വിശ്വാസത്തെ നമ്മൾ ദൈവമക്കളായത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഇനി ന്യായപ്രമാണത്തിന് കീഴല്ല, ന്യായപ്രമാണത്തിന് കീഴ് നിന്നവരെ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. എന്തുപയോഗിച്ചാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ രക്തം എനിക്ക് വേണ്ടി കാൽവറിയിൽ ചൊരിയപ്പെട്ടു. യേശു എനിക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഞാനൊരു ദൈവമകനാണെന്ന് ഒരാൾ തിരിച്ചറിയുമ്പോൾ വാസ്തവമായി നാം ഇനി ന്യായപ്രമാണത്തിന് കീഴല്ല, നമ്മൾ കൃപയ്ക്ക് അധീനരായി മാറുകയാണ്. കൃപയാലല്ലോ നാം വിശ്വാസം മൂലം ദൈവമക്കളായി മാറിയത്. അപ്പം ന്യായപ്രമാണം ഇനിയും ചെയ്യല്ലേ തൊട്ട് അങ്ങനെയല്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യാതിരുന്നല്ല നമ്മൾ നന്നാകാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുകയാണ്. ദൈവം നമ്മളെ വഴി നടത്തണം. നമ്മൾ ക്ഷമിക്കുകയല്ല, ക്ഷമിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയാണ്. നമ്മൾ നല്ലവരായി തീരുകയല്ല, പരിശുദ്ധാത്മാവ് നമ്മളെ നല്ലവരാക്കി മാറ്റുകയാണ്. അപ്പം നമുക്ക് കഴിയാത്ത എല്ലാ മേഖലകളും പരിശുദ്ധാത്മാവ് നമ്മളെ, അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നമ്മൾ നല്ലതായിത്തീരുന്നത്. നമ്മൾ വിശുദ്ധരായിത്തീരുന്നത് നമ്മുടെ ഗുണം കൊണ്ടല്ല, യേശു ക്രിസ്തുവിൻ്റെ രക്തം എനിക്ക് വേണ്ടി ചൊരിയപ്പെട്ടതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലാണ് ഞാൻ വിശുദ്ധീകരിക്കപ്പെടുന്നത്, നീതീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിലൂടെ ദൈവം വിലയ്ക്ക് വാങ്ങിച്ച് പുത്രത്വം പ്രാപിക്കേണ്ടതിന്. അത് വിലയ്ക്ക് വാങ്ങിച്ചിട്ട് വീണ്ടും അടിമകളായി ഇരിക്കാനല്ല, ദാസനെന്ന് ഇരിക്കാനല്ല, അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ധൈര്യത്തോടെ ഏത് സമയത്തും കൃപാസന മുൻപാകെ കടന്നു വരാനുള്ള പ്രാഗൽഭ്യം തരാനാണ് ന്യായപ്രമാണത്തിന് കീഴിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങിച്ചെന്നാൽ. കാലസമ്പൂർണ്ണം വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. എന്നിട്ട് പറയാണ്, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രത്വത്തിൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ഒരാത്മാവിനെ അയച്ചിരിക്കുക, പുത്രനാണെന്നുള്ള ദൈവത്തിൻ്റെ മകൻ, അങ്ങനെ ഹൃദയങ്ങളിൽ അയച്ചു. എന്നിട്ട് പറയാം, അങ്ങനെ ഇനിയും ദാസനല്ല, പിന്നെ ആരാണ്? പുത്രനാണ്. ഇനിയും ദാസനല്ല, പുത്രനാണ്. എന്നിട്ട് പറയാണ്, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. അവിടെ തുടങ്ങുന്ന അങ്ങനെ, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ട, ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല നാം പ്രാപിച്ച് പിന്നെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്.
നാം മറന്നു പോകരുത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം തന്നെ 3-29 ഇങ്ങനെ പറയാണ്: ക്രിസ്തുവിലുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശം. അബ്രഹാമിലൂടെ പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും അത് നമുക്ക് അവകാശമാണ്. ഈ പറയുന്ന എല്ലാ വാഗ്ദത്തങ്ങൾക്ക് അവകാശികളായി മാറുകയാണ്. പക്ഷെ നമ്മൾ എപ്പോഴത് ആ ലെവലിലേക്ക് വരുന്നത്? നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ദൈവമക്കളാണ്. ഏതു സമയത്തും ധൈര്യത്തോടെ ദൈവമേ എന്ന് വിളിക്കുന്നതിന് പകരം അപ്പാ എന്ന് വിളിക്കാൻ, ദൈവത്തെ പിതാവായി കണ്ട് ഒരു പിതാവിനോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ, ഏത് സമയത്തും ധൈര്യത്തോടെ നമ്മൾ പിതാവിൻ്റെ അടുത്ത് ചെല്ലുന്നത് പോലെ സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ ചെല്ലാൻ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് അവകാശം തന്നു. ഇനി നമ്മൾ ന്യായപ്രമാണം കീഴല്ല, നമ്മൾ പാപികളല്ല. പകരം യേശു ക്രിസ്തു നമ്മുടെ പാപം എടുത്ത് നമ്മളെ ശുദ്ധീകരിച്ചു, തൻ്റെ രക്തത്താൽ നീതീകരിച്ചു, ശുദ്ധീകരിച്ചു, ദൈവത്തിൻ്റെ മക്കളും അവകാശികളുമാക്കി തീർന്നു. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളെ ഇന്ന് അവകാശികളാക്കി തീർത്തതിനായി സ്തോത്രം. സകല അവകാശങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്കുള്ളപ്പോൾ തന്നെ കർത്താവെ, ഞങ്ങൾ മക്കളാണ് തിരിച്ചറിഞ്ഞ് ആ അവകാശത്തിൽ പ്രാപിക്കുവാൻ സ്വപുത്രത്വത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചത് ഓർത്ത് ധൈര്യത്തോടെ ഇനി ദാസനല്ല പുത്രനാണെന്നുള്ള നിലയിൽ, ദൈവത്തിൻ്റെ അവകാശിയാണെന്നുള്ള നിലയിൽ കർത്താവെ, രോഗം സൗഖ്യം ഞങ്ങളുടെ അവകാശമാണ്, അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ അവകാശം, യേശു ക്രിസ്തു മുഖാന്തരം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിന് ഹൃദയ കണ്ണുകളെ ഇന്ന് കർത്താവ് ഓരോരുത്തരുടെയും തുറക്കണേ എന്ന് പ്രാർത്ഥിക്കുക. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം ഓർക്കപ്പെട്ട കുഞ്ഞാടും യേശുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. അപ്പാ ഞാൻ നിന്നെ കാണേണം, അപ്പാ ഞാൻ നിന്നെ കേൾക്കേണം, അപ്പാ നിൻ വീട്ടിൽ പാർക്കേണം, അപ്പാ നിന്നൊപ്പം നടക്കേണം, അപ്പാ അപ്പാ അപ്പാ.